ഹായ് ഹലോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ കുഞ്ഞു അൾട്ടോയിൽ നമ്മൾ വാങ്ങിച്ചു വെച്ച കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ്. നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ നമ്മൾ വണ്ടി വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഇതിൽ നമ്മളെ കംഫർട്ടിന് വേണ്ടി വാങ്ങി വെച്ച കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള വണ്ടിയാണ് നമ്മുടെ പ്രീമിയം വണ്ടി അല്ലേ. നമ്മൾ വണ്ടിയിലിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ അത് ഏത് ചെറിയ വണ്ടി ആയിക്കോട്ടെ, എങ്ങനെ മോശം കണ്ടീഷനുള്ള വണ്ടി ആയിക്കോട്ടെ, നമുക്കത് പ്രീമിയം വണ്ടിയാണ്. അപ്പോൾ ഇതിൽ വരുത്തിയ ഞാൻ എൻ്റെ കംഫർട്ടിന് വരുത്തിയ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും ഫസ്റ്റാണ് വണ്ടി എടുത്ത ഉടനെ ഞാൻ ചെയ്തത്, എനിക്ക് എയർ ഫ്രഷ്നറിൻ്റെ സ്മെല്ല്, എസിൻ്റെ സ്മെല്ല്, ബാഡ് സ്മെൽസൊക്കെ ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അപ്പം ആ ഒരു ഡിസ്കംഫർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളായ ഒരു കാര്യമാണ് ഗുഡ് എയറിൻ്റെ എയർ പ്യൂരിഫയർ വാങ്ങി വെച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗുഡ് എയറിൻ്റെ എയർ പ്യൂരിഫയർ. ഒരു വർഷത്തോളം ഞാൻ യൂസ് ചെയ്യുന്നു. അടിപൊളി പ്രൊഡക്റ്റാണ്. ഒരു ബാഡ് സ്മെൽ ഇതുവരെ കാറിൽ കയറിയ ആൾക്കാരോ എനിക്കോ ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഹൈലി റെക്കമെൻഡ് എന്ന് തന്നെ പറയാം. കാരണം വേറെ ഒരു എയർ ഫ്രഷ്നറും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നില്ല വണ്ടിയിൽ. നിങ്ങൾക്ക് കാണാം, ഒരു എയർ ഫ്രഷ്നറും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇതുവരെ എനിക്ക് അത്രയും യൂസ്ഫുള്ളായിട്ട് തോന്നിയ പ്രൊഡക്റ്റാണ് ഗുഡ് എയറിൻ്റെ ഈ എയർ പ്യൂരിഫയർ. ഏകദേശം 2000 റുപ്പീൻ്റെ അടുത്ത് റേറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ലിങ്ക്. എനിക്ക് നമ്മളൊന്ന് വെയിലത്ത്, കാരണം ഒരു മാസമൊക്കെ, ഒരു 1.5 മാസമൊക്കെ കൂടുമ്പോൾ ഞാനൊന്ന് വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കും. അത് മാത്രം. ഇതിൽ ആക്റ്റീവ് ചാർക്കോളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ യൂസ്ഫുള്ളായതാണ് ഈ മിറർ ക്യാം, ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാം ആയിട്ട് വരുന്ന ഈ ക്യാമറ 70mm പ്രൊഡക്റ്റാണിത്. ആമസോണിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, ഞാൻ വായിച്ചാൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നമുക്കിത് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് ഇതുപോലെ യൂസ് ചെയ്യാം. നമ്മൾ റണ്ണിങ് ടൈമിൽ ഇത് റെക്കോർഡിംഗ് ആയിരിക്കും. ഫ്രണ്ട് ക്യാം ഓൾവേസ് ആൻഡ് ബാക്ക് ക്യാം. ഏറ്റവും യൂസ്ഫുൾ എന്താ വെച്ചാൽ, നമുക്ക് ഒരു കൊളീഷനോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കെട്ടച്ചടയോ വരെ നമുക്ക് അത് സെൻസ് ചെയ്തിട്ട് നമുക്കത് ഒരു പ്രത്യേകം വീഡിയോ ആയിട്ട് 1 മിനിറ്റോ 2 മിനിറ്റ്സോ അടങ്ങുന്ന വീഡിയോ ആയിട്ട് നമുക്ക് പ്രത്യേകം ഫോൾഡറിൽ കാണിക്കും. ഇതിൽ റെക്കോർഡ് ചെയ്ത് വീഡിയോസ് നമുക്ക് കാണാം. ഓൾ വീഡിയോ ആടാ. വണ്ടി ഓണിലാണെങ്കിൽ ഇത് റെക്കോർഡായിരിക്കും. റിവേഴ്സ് വ്യൂ ആണ്. നമുക്ക് ഡേറ്റ് വൈസ് ഏതൊക്കെ ഡേറ്റിനെ റെക്കോർഡ് ചെയ്തെന്നുള്ളത് നമുക്ക് കാണാം. ഓഡിയോ, ഇതാണ് ഇതിൻ്റെ നൈറ്റ് വിഷൻ. ഇത് അതുപോലെ എനിക്ക് അത്രയ്ക്ക് യൂസ്ഫുള്ളായി തോന്നിയ ഒരു പ്രൊഡക്റ്റാണിത്. കാരണം വണ്ടി എടുത്തതിന് ശേഷം ഒരു കൊളീഷൻ ഉണ്ടായിരുന്നു, അതിന് യൂസ്ഫുള്ളായി. ഇതിൻ്റെ റെക്കോർഡിങ് എനിക്ക് യൂസ്ഫുള്ളായിരുന്നു. അറ്റ്ലീസ്റ്റ് നമ്മളടുത്ത് തെറ്റില്ല എന്ന് കാണിക്കാൻ നമുക്കൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. പിന്നെ വന്നതാണ് ഈ ബ്ലാക്ക് സ്റ്റാറിൻ്റെ മാഗ്നറ്റിക് ടൈപ്പ് മൊബൈൽ ഹോൾഡർ. ഇതും ഏകദേശം 1.5 വർഷത്തോളമായി ഞാൻ യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരു ചെറുത് കൂടി കാണാം. ഇത് അത്രയ്ക്ക് യൂസ്ഫുള്ളായി. ഞാനൊരു കാണിച്ചു തരാം. നമുക്ക് ഇതുപോലൊരു മാഗ്നറ്റിക് ടേപ്പ് ഉണ്ടാവും. അത് നമ്മുടെ മൊബൈൽ കവറിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെക്കുക. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, ഫിക്സ്ഡ്. കണ്ടോ, അത്യാവശ്യം നല്ല സെറ്റിലാണത് ബിൽഡ് ക്വാളിറ്റി ഉള്ളത്. ഇതും അതുപോലെ തന്നെ ചെറുത്, അതിൻ്റെ ഒരു ചെറിയ മിനി ഉണ്ടോ. നമുക്ക് നാവിഗേഷനും കാര്യങ്ങളൊക്കെ, ഒരുപാട് സ്പേസ് മുടക്കിയിട്ടുള്ള ഹോൾഡേഴ്സൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട. പിന്നെ ഉള്ളത് പൈനിയറിൻ്റെ ഒരു സെറ്റ് വാങ്ങി മാറ്റി വെച്ചു. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കേസ്, കാരണം ആ മോഡലിന് ഈ ബീഡിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബീഡിങ് കൊണ്ടില്ലാകുമ്പോൾ ഇവിടെ ഒരു വൃത്തികേട് പോലെ തോന്നി. അപ്പോൾ ഈ ബീഡിങ്ങുള്ള മോഡൽ വരുത്തിച്ച് അത് സെറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ ഈ ഒരു ആംബ്രസ്റ്റ് വാങ്ങി ഫിറ്റ് ചെയ്തു. കുറച്ച് കംഫർട്ടായിട്ടുള്ള ആംബ്രസ്റ്റ് കാര്യങ്ങൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞു അൾട്ടോയിൽ നമ്മൾ മേടിച്ച് വെച്ച പ്രൊഡക്ട്സ്, നമ്മുടെ കംഫർട്ടിന് മേടിച്ച് വെച്ച പ്രൊഡക്ട്സ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ വിൻസൺ, സൈനിങ് ഓഫ്.